ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ മുത്തുമണീസിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹാപ്പി ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ആയില്ലേ, പുതിയൊരു വർഷം. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നല്ലതായി മാറട്ടെ ദുആ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആയുസിൻ്റെ ഒരു വർഷം കൂടി കുറഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നെ ഞാനിപ്പോൾ വണ്ടിയിൽ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എവിടേക്കാണെന്ന് ചോദിച്ചാലും നമ്മുടെ ഒരു ചങ്കിൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിക്കണ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് കേട്ടോ പോകണം. അപ്പോൾ കുറേ ദിവസമായി വിളിക്കണ, ഒഴിവ് കിട്ടിയില്ല പോവാൻ. അപ്പോൾ ഒന്ന് ഏതായാലും സ്കൂളൊക്കെ പൂട്ടിയില്ലേ, അപ്പോൾ കുട്ടികൾക്ക് ഒരു എൻജോയ് ആവും, നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ കണ്ട പോലെയായി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും പാടെ റിയാസ്ക്കും ഒക്കെ പാടെ റിയാസ്കാക്കും ഒഴിവ് കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോവാം കേട്ടോ അവിടേക്ക്. അപ്പോൾ തൃശ്ശൂർ ആണ് സ്ഥലം. തൃശ്ശൂരിൽ നിന്നും കുറച്ചും കൂടി പോകണം കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ ഇറങ്ങിയിട്ട്, അപ്പോൾ ന്യൂ ഇയറൊക്കെ ആയി ചിലപ്പം ബ്ലോക്ക് ആയാലോ എന്ന് പേടിച്ചിട്ട് കുറച്ച് 7 മണിക്കൊക്കെ പോയാൽ നമുക്ക് കുറച്ച് നേരമെങ്കിലും അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ നേരത്തെ അടിച്ചു കേട്ടോ പോയി. അപ്പോൾ ഞങ്ങളൊന്നും കഴിച്ചിട്ടും കുടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരത്തെ കുട്ടികൾക്ക് മാത്രം ഇത്തിരി ചായയൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ പോയതാട്ടോ വണ്ടിയിൽ. അപ്പോൾ എവിടെയും പോവുകയാണെന്ന് പറഞ്ഞാൽ ഫാത്തിമ കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയതല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെ കൈ വീശി പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ബേക്കറി ഐറ്റങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്, പിന്നെ വലിയൊരു ഡയറി മിൽക്ക്, ഇത് റിൻഷിമോൾ വലിയ ഡയറി മിൽക്ക് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് റിയാസ്ഖാനെ കൊണ്ട് വാശി പിടിച്ചപ്പോൾ വാങ്ങിക്കൊടുത്താട്ടോ ഞാൻ. അങ്ങനെ അതാ അപ്പോൾ അവളത് ടേസ്റ്റൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടോ വലിയതൊക്കെ കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. കുഞ്ഞൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട്, വലുത് അവൾ ആദ്യമായിട്ടോ കഴിക്കണം. അപ്പോൾ അവൾക്കൊരു ആഗ്രഹം വലുത് കഴിക്കണമെന്ന്. അപ്പോൾ ഞാനതൊന്ന് വെറുതെ വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ചങ്കിൻ്റെ വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 10 മണിയാകുമ്പോൾ അവിടെ എത്തി. 10 മണിക്ക് എത്തിയതും ഞങ്ങൾക്ക് അവൾ ചായയും നാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടും ചായയും പിന്നെ നമ്മുടെ കോഴീൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അവനെയൊന്നും എടുത്തിട്ടില്ല. പിന്നെ അവിടെ ഒരു മീൻകാരൻ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ മുകളിലാട്ടോ കയറി നിൽക്കുന്നത്. അപ്പോൾ അവരും വാടക വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാരാണ്, വാടക വീടാണ്, വാടക കൊടുക്കണം. അപ്പോൾ അതിനുള്ള പഠിച്ചും കഴിവ് ഇതൊക്കെ അവർക്കും കൊടുക്കട്ടെ. ഞാൻ എന്നും ദുആ ചെയ്യലുണ്ട് കേട്ടോ. നമുക്ക് ഫുൾ സപ്പോർട്ടാണ്, എല്ലാം കൊണ്ടും നല്ലൊരു കൂടപ്പിറപ്പിനെ പോലെ നമുക്ക് കിട്ടി. സ്നേഹിക്കാനും ഒക്കെ കേട്ടോ നല്ലൊരു ആളാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അവൻ്റെ ബെഡ്റൂമാണ്. പിന്നെ ഞങ്ങൾ രാവിലെ പോയി നാശയൊക്കെ കഴിച്ച് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഉച്ചക്കൊരു 2-2:30 ആയപ്പോൾ ഞങ്ങൾ കഴിക്കാമായിരുന്നുള്ളൂ കേട്ടോ. പുട്ട് തിന്നുകൊണ്ട് വിശപ്പേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ 2:30ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിടിച്ച് വലിച്ച് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞാണ് ഒന്നും ഒരുക്കണ്ടാതെ. അപ്പോൾ എന്നാലും അവൾ ഒരുക്കിയിട്ട് അവർക്ക് ഇപ്പോൾ വീടിൻ്റെ ഹാളാണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് പോയതും പിന്നെ ഡ്രസ്സൊക്കെ മാറ്റാൻ തന്നു കേട്ടോ എല്ലാവരും. ഞാനിവിടുന്ന് ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇത് വിചാരിച്ചു, അങ്ങനെ മാറ്റണതൊന്നും വിചാരിച്ചില്ല കേട്ടോ. പിന്നെ അങ്ങനെ ചോറ് വയ്ക്കാനും കുട്ടികൾക്ക് ആദ്യം കൊടുത്ത് പിന്നെ ഞങ്ങളൊക്കെ ഇരുന്ന് എന്താ പറയുക നല്ലൊരു റാഹത്തായി എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മളൊരു കൂടപ്പിറപ്പിനപ്പോൾ എനിക്ക് കൂടപ്പിറപ്പുകൾ എനിക്കൊരു ആങ്ങള മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങൾക്ക് ഒരു പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾ തന്നെ വേണമല്ലോ, ഒരു സ്നേഹം ഒക്കെ തുറന്ന് പറയാനും എല്ലാത്തിനും. അപ്പം അതുപോലെ നമുക്ക് ഒരു കൂടപ്പിറപ്പിനെ കിട്ടിയൊരു സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. നല്ലൊരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ ഞങ്ങളങ്ങനെ ചായ വൈകുന്നേരം പിന്നെ ചോറൊക്കെ വെച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയിട്ട് കുറേ നേരം കടന്നു. അവിടെ നിറയെ ചക്ക, പപ്പാളിങ്ങ, വാഴ എല്ലാം ഉണ്ട് കേട്ടോ. കൃഷി അത്യാവശ്യം എല്ലാതും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചായിരുന്നു കേട്ടോ. അവിടുത്തെ മുറ്റത്തേക്ക് ആ വീഡിയോ ഇതിന് മിസ്സായിപ്പോയി. എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ. പെട്ടെന്ന് ഇതിൽ വന്നിട്ടില്ല, എന്താണ് സംഭവം പിടുത്തം കിട്ടിയില്ല. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കുന്നത്, അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് കുറഞ്ഞു പോയത് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തത് ഇതിൽ വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു 5:30ക്ക് ഇറങ്ങി കേട്ടോ. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും നേരം ഇരുന്നിട്ട് വരുന്നപ്പോൾ പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ നെൽകൃഷിൻ്റെ ആ ഭാഗമുള്ള ഇതൊക്കെ നല്ല രസമാണ്.
അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിൽ പോകാനും പിടിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ കുറേ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ക്ഷീണമൊക്കെ തട്ടും. പിന്നെ അവിടെ ഉള്ളവരും നല്ല സ്നേഹമുള്ളവരായിരുന്നു കേട്ടോ. നല്ല ഫുഡ് കഴിക്കാനും ചായ നാഷ്ട മൊത്തത്തിൽ എല്ലാം അവിടെ നിന്ന് തന്നെയായിരുന്നു. പിന്നെ ട്രെയിന് പോകുന്നുണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ. ട്രെയിന് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുട്ടികൾക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. എന്തായാലും ഞാൻ ഹാപ്പിയായി. എവിടെ കിടക്കുന്ന രണ്ട് ആളുകൾ തമ്മിൽ സ്നേഹം എന്ന് തന്നെ പറയാം. എന്തായാലും ഈ സ്നേഹബന്ധം എന്നും പഠിച്ചോ നിലനിർത്തി തരട്ടെ. ആമീൻ. ഞാൻ ദുആ ചെയ്യണം. എന്തായാലും എനിക്കും എൻ്റെ കുട്ടികൾക്കും റിയാസ്ക്കാക്കും എല്ലാം ഹാപ്പി ആയിട്ടോ. നല്ലൊരു കൂടപ്പിറപ്പിനെ കിട്ടിയൊരു സന്തോഷത്തിലും കൂടിയാണ് ഞാൻ. എന്തായാലും അവൾക്കും പെട്ടെന്ന് വീടാവാൻ വേണ്ടി നിങ്ങളും എല്ലാവരും ദുആ ചെയ്യാം കേട്ടോ. നമ്മൾ ഒരുപാട് എന്താ പറയുക, എറിയണതിൻ്റെ വടി കൊടുക്കില്ല എന്ന് പറയുന്ന പോലെ സ്നേഹിക്കാൻ മനസ്സുള്ളവർക്ക് പഠിച്ചൊന്നും കൊടുക്കില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് ഇപ്പം ഞാൻ ആഗ്രഹിക്കണതിനെക്കാട്ടും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അള്ള നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ഞാൻ പറയണം കേട്ടോ. നമ്മളെ കൂട്ടിപ്പിടിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും പഠിച്ചോ എന്നും നല്ലത് മാത്രം വരുത്തട്ടെ. ഞാൻ എപ്പോഴും ദുആ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് തരുന്നവർക്കും എല്ലാവർക്കും ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ തരാത്തവർക്കെന്നല്ല, പൊതുവെ നമ്മൾ തന്നതിലും ഇതിലൊന്നുമല്ല കാര്യം. നമുക്ക് എന്നും സ്നേഹം കൂട്ടിക്കൊടുത്തോണം വേണ്ടത്. ഒരു നേരം കണ്ടില്ലെങ്കിൽ വിളിക്കാനും എന്താണെന്ന് ചോദിക്കാൻ ഒരാളുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എനിക്ക് സ്നേഹം ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അന്ന് ഇന്ന് എന്താ പറയേണ്ടതെന്നും കൂടി അറിയണില്ല. അങ്ങനെ ഞങ്ങൾ നമ്മുടെ വീടെത്തിയിട്ടോ. നമ്മുടെ ഇന്നത്തെ ഇനി പോയി കിടന്നുറങ്ങുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും ലൈക്ക് അടിക്കട്ടെ.